ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് ജോയ്സും പറഞ്ഞത് ഇവിടുത്തെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പുകളൊന്നും ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ അത് മറന്നുപോയില്ല. അപ്പം അതും കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് ഉള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മഴയൊക്കെയാണ്. എന്നാലും സമയക്കുറവുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓടിയെത്തി നിങ്ങളെല്ലാം കാണിക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ ഒപ്പം ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന്, സ്നേഹത്തിന്, പ്രോത്സാഹനത്തിനൊക്കെ നന്ദിയോടെ നിങ്ങൾ ഓർക്കുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇന്ന് നല്ല മഴ ദിവസമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ കടയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് കുറച്ച് സമയം നമുക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ ഇവിടെ കടകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം കാർ പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടുത്തെ കടകളിലാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളധികം എനിക്ക് തോന്നുന്നു ഐറ്റംസുകളും ഇഷ്ടം പോലെ സ്റ്റോക്കും നമുക്ക് സൗകര്യം പോലെ നമുക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ റാക്കുകളിലെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ഇവര് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അന്വേഷിക്കുന്നത് എന്തോ അത് നമ്മുടെ കയ്യിലെത്തും. ഒരു ക്രമീകരണം തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടില് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിലും തന്നെ അതൊക്കെ നമുക്കറിയാം, ഒരു ഇത്രമാത്രം വലിയ കടകളിലൂടെ കുറവാണ്. ഇതിലുണ്ടോ നമ്മുടെ ഇല്ലേ നമ്മുടെ നാട്ടില് കാണാത്ത മോഡലുകളായതുകൊണ്ടാണ് ഈ പൂക്കള് കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഡാലിയ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലത്തെ പൂക്കളാണ്. അങ്ങനത്തെ പൂക്കള് നമ്മൾ കണ്ടു കാണില്ല. നമ്മുടെ അവിടുത്തെ ഡാലിയും ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അത്രയും ഭംഗിയാണ്. അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ ഒരു ഇതിൽ വരുന്ന രീതിയിലുള്ള പൂക്കളാണ് ഈ മഞ്ഞ പൂക്കൾ. കണ്ട, അത് മാത്രമല്ല, ഇവിടുത്തെ ഓരോ ചെടികളിലും പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചട്ടിയില് ഒരുപാട് പൂക്കളുണ്ടാവും. അതായത് നമ്മള് ഒരു ബൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യും അതുപോലെയാണ്. 3000 രൂപ. പക്ഷെ നല്ല ഭംഗിയല്ലേ, ചട്ടിയും നല്ലതല്ലേ. ചട്ടി നല്ല ചട്ടിയാണ്, വില ഭയങ്കരമാണ്. പക്ഷെ കാണാൻ നമ്മളവിടെ നാട്ടിൽ കാണാത്ത പൂക്കളാണ്, നല്ല ഭംഗിയുള്ള. ഇവിടെ വേറൊരു ടൈപ്പ് ഇതെന്ത് പോലെ ലില്ലി. ശരിയാ, നമ്മുടെ നാട്ടിലത്തെ ലില്ലിയുടെ നമ്മുടെ നാട്ടിലെ ലില്ലി നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത ലില്ലി വൈറ്റ് ആണ്. ഈ ലില്ലി വ്യത്യാസം കേട്ടാ. അതിന്റെ അങ്ങനത്തെ ലില്ലി കാണുന്നുണ്ട് നമ്മള് നമ്മുടെ അവിടെ മറ്റേ ഓറഞ്ചും വെള്ളയും. ഇവിടെ നമ്മൾ കാണാത്ത ഒത്തിരി ടൈപ്പ് പൂക്കളുണ്ട് കേട്ടോ. പലത് നമ്മൾ കാണാത്ത, നമ്മുടെ നാട്ടിലില്ലാത്ത ടൈപ്പാണ്. അത് ചിലപ്പോ ഇത് തണുപ്പ് രാജ്യം ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ പൂക്കൾക്ക്. ഇതൊക്കെ നോക്കിക്കാൻ നമ്മളുടെ സീനിയ എന്ന് പറയും. പക്ഷെ രസമായിട്ടുണ്ട്. സീനിയ അല്ലത്, സീനിയർ എന്തായാലും പൂക്കളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒത്തിരി പൂക്കള്. ഇവിടുത്തെ ആളുകള് പൂക്കളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീടിന്റെ ഉള്ളിലും പുറത്തും കണ്ടമാനം പൂക്കൾ ഇവര് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മളോട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കിക്കോട്ടാ, നല്ല രസമുണ്ട്. ഈ ചെടികളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചെടി സെറ്റ് ചെയ്യും. നല്ല രസമായിരുന്നു. അതുപോലെ സെറ്റിങ്സും നമ്മുടെ നാട്ടിലത്തേലും വിട്ട് വ്യത്യാസമുണ്ട്.
റോസ് കണ്ട, ഇത് മുഴുവൻ റോസിന് വയലറ്റ് എല്ലാം കളറാണ്. സൂപ്പർ കളർ, നല്ല രസമുണ്ട് കാണാൻ. റോസ് നോക്കിയാൽ നമ്മളവിടെ പോലെടാ നിറച്ച് മുട്ട് നോക്കിയേ. എന്താ നിറയെ മുട്ട്, നിറയെ പൂ. നല്ല രസം. റോസിന്റെ വീടിന് ആവശ്യമായ ഹോം സെറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇത് കണ്ട, ഇത് മറ്റേ വാഷ്റൂമിലൊക്കെ വയ്ക്കുന്ന ടേബിള്, ഇത് വാഷ് ചെയ്യാനും അതുപോലെ ഡ്രോയൊക്കെ ആയിട്ടുള്ള ടേബിൾ സെറ്റ്. വാനിറ്റി കോമ്പോസ്. എല്ലാ സാധനങ്ങളും നമുക്ക് വീട് സെറ്റ് ചെയ്യാൻ എല്ലാവരും വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡോറുകളാണെങ്കിലും അതുപോലെ തന്നെ ഹോമിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ടൈൽ ഓർഡർ നമ്മളവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. ടി വി ആണ്, എല്ലാ ഐറ്റംസുകളും ഇലക്ട്രോണിക്സ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെ ഏരിയ ആണ് അല്ലേ. വാഷിംഗ് മെഷീൻ ഉണ്ട്. വാച്ചുകൾ, നൈറ്റ് ഡ്രസ്സ്. അതിന് റേറ്റ് ടീഷർട്ടാണ് ഉണ്ടല്ലോ, ടീഷർട്ട് അവിടെയും അതും ടീഷർട്ട് തന്നെ. അത് 39 രൂപ, 40 രൂപ. 40 എന്ന് പറയുമ്പോൾ 2400 രൂപ നമ്മുടെ ഇന്ത്യൻ മണി. ഒരു പീസായാലും കിട്ടും. മുഴുവൻ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കണ്ട, ഫുള്ള് കണ്ട, ഒത്തിരി ഏരിയ കണ്ട. സൈക്കിളുകൾ കണ്ട, ഇത് സൈക്കിൾ സെക്ഷനാണ്. 30,000 രൂപ വരും ഒരു സൈക്കിളിന്. നല്ല സൈക്കിളാണ്. ഇത് ഹോണ്ടയുടെ മറ്റേ പവർ ജനറേറ്റർ എന്ന് പറയും. ഫാൻ എന്നാ, ലൈറ്റും ഫാനും കൂടി. ലൈറ്റ്, പല ലൈറ്റുകൾ കണ്ട. അതെ, ജോയ്സിമ്മ എവിടെയാ ബീഫ് കണ്ട. ഇതിലൊക്കെ വെയിറ്റ് എഴുതിയിട്ടുണ്ടാവും. വെയിറ്റ് അതിനനുസരിച്ചാണ് അതിൻ്റെ വിലകൾ. ചിക്കനാണ് ഇതൊക്കെ. ഇതുപോലെയാണ് ചിക്കൻ ഇവിടെ. ഇത് ചിക്കൻ്റെ കാല്, ചിക്കൻ്റെ പീസുകളാണ്. ചിക്കൻ മസാല പറ്റി വെച്ചാൽ കൊണ്ടുപോയിട്ട് വറുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം, അങ്ങനെ ചെയ്താൽ മതി. ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. ഇതൊരു പാക്കറ്റിന് $39. തിരക്കാണ് മൊത്തത്തിലാണ്. എന്താണ് പോർക്ക് വേണ്ട. പോർക്ക് $6 ഓഫുണ്ട്, $6 ഓഫുണ്ട്. ഇത് പച്ചക്കറികളുടെ സെക്ഷനാണ്. പച്ചക്കറികളെല്ലാം തന്നെ
ഇവര് തോട്ടത്തിൽ നിന്ന് പറിച്ച് ശീതീകരിച്ച വാഹനത്തില് കൊണ്ടുവന്ന് ഇവിടെ ശീതീകരിച്ച രീതിയിൽ അത് ക്രമപ്പെടുത്തി വെക്കുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മരുന്നടിച്ചിടുന്ന പച്ചക്കറികൾ പോലെയല്ല, ഇവിടെ ഇവര് നേരിട്ട് ഫാമില് ഇവര് കൃഷി ഇറക്കി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് നല്ല പച്ചക്കറികൾ ഇവിടുത്തെ ആളുകൾക്ക് കിട്ടും, മായം ചേർക്കാത്തത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സിന്റെ കാര്യം എടുത്താലും ഫ്രൂട്ട്സും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായതുകൊണ്ട് കൃഷി സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ കിട്ടുന്നത് കൊണ്ട് ഇവിടെ കുട്ടികൾ നന്നായിട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയാ മരുന്നൊന്നും അടിക്കാത്ത നല്ല ഫ്രൂട്ട്സ് നമുക്ക് ഇവിടെ കിട്ടും. മാമ്പഴമൊക്കെ ഇവിടെ ഉണ്ട്, കിട്ടും. മാമ്പഴമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികള് ഇവിടെ ഉരുളൻകിഴങ്ങ് അത് പലതരമുണ്ട്. അതുപോലെ സവോള പലതരമുണ്ട്. അതുപോലെ മത്തങ്ങ, പല ടൈപ്പിലുള്ള മത്തങ്ങകളുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കൊള്ളി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിന്നു എന്ന ഒരു വിഷമമൊന്നുമില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ എല്ലാ ഐറ്റംസുകളും അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ. ഇപ്പൊ നമ്മൾ കാണാത്ത കുറെ ഐറ്റംസുകൾ പോലും നമുക്ക് ഇവിടെ കിട്ടും. അതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള തന്നെ. ചെറിയ തക്കാളി, ഇത് നമ്മുടെ നാട്ടിൽ കണ്ടു നോക്കിയ ചെറിയ പൊടി തക്കാളികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സവാളകൾ പലതരം. അങ്ങനെ പഴം കണ്ട, ഇത് ഇവിടെ നന്നായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്നത് ഈ പഴം. നമ്മുടെ റോബസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പഴമാണ്. അതുപോലെ പൈനാപ്പിള്, ഇതൊരു ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ പപ്പായ, മാമ്പഴം, ആപ്പിള്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇടാം. ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ. ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്. ബായ് ബായ്. അപ്പൊ ഓക്കെ.